ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ നാളെ നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാമാണ്. ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനൊന്നുമില്ലല്ലോ, എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മുടെ MTP നമ്മൾ 2 MTP ഡിസ്കസ് ചെയ്തു. 2 MTP ഓൾമോസ്റ്റ് എളുപ്പമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാക്സിമം പോയി ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് MTPയിൽ ഇച്ചിരി ടഫായിട്ട് വരുന്നുണ്ടെങ്കിലുള്ളൂ. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താണ്. നമ്മളിപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എപ്പോഴും പാടായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മളത് ഓൾറെഡി നമ്മൾ അങ്ങനെ ആവുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റി. ലോ കഴിഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റി. മാത്സും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റി. ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു അഗ്രഗേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഗ്രഗേറ്റ് നിങ്ങൾക്ക് വാരിക്കോരാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ കഴിഞ്ഞ എക്സാമുകളുടെ എന്തെങ്കിലും ഒരു ടെൻഷൻ കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അത് നിങ്ങൾ എക്കണോമിക്സിലേക്ക് കൊണ്ടുപോയിട്ട് ഇടരുത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മളെപ്പോഴും ക്ലാസ്സിലെടുക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ മക്കളെ, നിങ്ങൾ ഇത്രയും ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ ഒരു 8 മാസത്തോളം നിങ്ങളൊരു കോഴ്സ്, പ്രത്യേകിച്ച് ഇപ്പോൾ സെപ്റ്റംബറിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് 4-5 മാസം കിട്ടിയിട്ടുള്ളൂ. അവർക്ക് ഏറ്റവും മിനിമം ടൈം പീരീഡിലാണ് അവർ എക്സാം എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാസങ്ങൾ മൊത്തം നിങ്ങൾ പഠിച്ചത് ഒരു സബ്ജക്റ്റിനോ 2 സബ്ജക്റ്റിനോ 3 സബ്ജക്റ്റിനോ വേണ്ടിയിട്ടല്ല. ഈ 4 സബ്ജക്റ്റ് ഏറ്റവും നന്നായിട്ട് എഴുതാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മക്കളെ, നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം എളുപ്പമോ പാടോ ആയിക്കോട്ടെ, എളുപ്പമായ കുട്ടികൾ ഓവർ എന്താണ് ഇതിങ്ങനെ വിചാരിക്കില്ല, ഓവറായിട്ട് ഭയങ്കര പ്രഡിക്ഷനൊക്കെ നടത്തി അതുകൊണ്ട് ഞാൻ നശിപ്പിച്ച് കളയും. അത് ചെയ്യരുത്. ഇനി കുറച്ചെന്തെങ്കിലും ടെൻഷൻ ഇരിക്കുന്ന കുട്ടികൾ നെഗറ്റീവ് ആവരുത്. രണ്ടും പ്രശ്നമാണ്. നമുക്ക് രണ്ടും ഓവർ ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊടുക്കുക. ഇനി പ്രശ്നമാണോ, റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുക. തൊട്ടപ്പുറം തന്നെ നമുക്ക് അടുത്ത എക്സാം വരും, അതങ്ങ് അറ്റൻഡ് ചെയ്ത് നമ്മളങ്ങ് പാസ്സാവും. ഇനി പ്രശ്നമല്ലേ, ഏറ്റവും കൂളായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയോ 4 മാസം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ടോ ഒന്ന് എഴുതി വെക്കണം. ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതി വെക്കണം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോവാം. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് MTP 1 MTP 2 നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു തരാൻ പോവാ. നിങ്ങൾക്ക് വന്നാൽ നമ്മൾ മാസാവും, വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ഒന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പ്രഡിക്ഷൻ നടത്തുവാണ്. അപ്പോൾ ഇത്തവണ പ്രഡിക്ഷൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞതിന് മുമ്പത്തെ തവണയാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയത്. അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ആ പ്രഡിക്ഷനിൽ നിന്ന് നമുക്ക് നമ്മളെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നു. അതിന് ശേഷം നമ്മൾ പ്രഡിക്ഷൻ നടത്തിയില്ല, കാരണം എനിക്ക് ഉറപ്പായിരുന്നു വരില്ല എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് വരുന്നത് പ്രഡിക്ഷനായിട്ട്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രഡിക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ മക്കൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഏത് ഏരിയയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് മെയിനായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ യൂണിറ്റുകളെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഒരു ലാസ്റ്റ് നിങ്ങൾ തലേദിവസം ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാപ്റ്റർ 1 നമുക്ക് 2 യൂണിറ്റാണ് ഉള്ളത് മക്കളെ. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി. അപ്പം മക്കൾ ഇവിടെ പഠിച്ചിട്ട് പോകേണ്ടത് മീനിങ് അല്ല, നേച്ചർ ആൻഡ് സ്കോപ്പ്. പൊന്നു മക്കൾ ഇവിടെ പഠിച്ചിട്ട് പോകേണ്ടത് നേച്ചർ പഠിക്കണം. നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് അത് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ വരും ഉറപ്പായിട്ട്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എന്തൊക്കെയാണ് അവിടെ വരുന്നത്? ബിസിനസ് എക്കണോമിക്സ് മൈക്രോയാണ്, ബിസിനസ് എക്കണോമിക്സ് മാക്രോയാണ്, ബിസിനസ് എക്കണോമിക്സ് പ്രാഗ്മാറ്റിക് ആണ്, ബിസിനസ് എക്കണോമിക്സ് ആർട്ടാണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ്, നോർമേറ്റീവ് ആണ്. അതിലേറ്റവും കൂടുതൽ നോർമേറ്റീവ് ഓർത്തു വെച്ചോ. നോർമേറ്റീവിൽ നിന്ന് ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. നോർമേറ്റീവ് ആണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നോർമേറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, അതുപോലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇത്തവണ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ മക്കള് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ മൈക്രോയും മാക്രോയും ഉണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ, മാക്രോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ട്. മൈക്രോ മാക്രോ സ്കോപ്പ് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. ആ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാടാ.
ഓക്കെ, നമ്മൾ പഠിച്ചു വെച്ചേക്കണ പോയിന്റ്സാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സാണ്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ദെൻ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ്, ഈ പുള്ളിക്ക് ഒരു പേരുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് മാനേജീരിയൽ ഇക്കണോമിക്സ്. ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ അതൊന്ന് പഠിച്ചിട്ട് പൊക്കോളണം. ദെൻ യൂണിറ്റ് 2 വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ടത് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി. എൻ്റെ പൊന്നുമക്കളെ, ഇതിൽ ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമിയുടെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചില്ലേ, കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ടില്ലേ, അതങ്ങ് പഠിച്ചോളണം. ദെൻ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെ വേറെ പേരുണ്ടല്ലോ, ഓൾസോ നോണാസ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നില്ലേ, അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇത്തവണ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഓൾസോ നോണാസ് ക്യാപിറ്റലിസത്തിൻ്റെ ഫ്രീ മാർക്കറ്റ് എക്കണോമി, ലേസസ് ഫെയർ എക്കണോമി, സോഷ്യലിസത്തിൻ്റെ കമാൻഡ് ഇക്കണോമി ഓർ സെൻട്രലി പ്ലാനഡ് എക്കണോമി എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു പ്യുവർ സോഷ്യലിസ്റ്റ് എക്കണോമി ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പ്യുവർ സോഷ്യലിസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എക്കണോമി ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ MTPയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. പ്യുവർ സോഷ്യലിസം ഏത് രാജ്യമാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചാപ്റ്റർ 1 ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പൊക്കോ, സെറ്റ് ആയിരിക്കും കേട്ടോ. 5 മാർക്ക് ഉറപ്പാണ്. 5 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ 5 മാർക്കിൽ മാക്സിമം നമുക്ക് എവിടെ നിന്ന് കിട്ടട്ടെ, യൂണിറ്റ് 2 നിന്ന് മാർക്ക് കൂടുതൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യൂണിറ്റ് 2 നിന്ന് കൂടുതൽ വരാനാണ് ചാൻസ് ഒരുപാട് കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ ചാപ്റ്റർ 2 പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 2 നിങ്ങൾക്ക് മെയിനായിട്ട് 3 യൂണിറ്റാണ് ഉള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് 1 ഡിമാൻഡാണ് അല്ലേ. യൂണിറ്റ് 1 എന്ന് പറയുന്ന മക്കളെ നമ്മുടെ ഡിമാൻഡ് അനാലിസിസ് ആണ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ഓക്കെ, അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്ന ഡിമാൻഡ് അല്ലേ. അപ്പോൾ ഈ യൂണിറ്റ് 1 ഡിമാൻഡിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ നിന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100% ഉറപ്പാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. 2, ഇത്തവണ മൂവ്മെൻറ്റ് ഷിഫ്റ്റില്ലേ, നമ്മുടെ മൂവ്മെൻറ്റ് ഷിഫ്റ്റ് നമ്മൾ പഠിപ്പിച്ചില്ലേ, മൂവ്മെൻറ്റ് ആൻഡ് ഷിഫ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡ്, അതുപോലെ തന്നെ ആൻഡ് പോയിന്റ് മെത്തേഡ്. പോയിന്റ് മെത്തേഡ് ആർക്ക് മെത്തേഡും ചോദിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ആർക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതൽ തോന്നുന്നത് ഏതാണ്, ടോട്ടൽ റവന്യൂ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ പോയിന്റ് മെത്തേഡ്. ഇതാണ് ഇത്രയും കൂടെ വെയിറ്റേജ് കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ കാൽക്കുലേഷൻ, ഇത്തവണ ഡിമാൻഡിൽ നിന്ന് ഒരു കാൽക്കുലേഷൻ 1-2 കാൽക്കുലേഷൻസ് ചോദിക്കാം. അതൊന്നെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനായിരിക്കും, അല്ലെങ്കിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനായിരിക്കും, അല്ലെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനായിരിക്കും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അവിടെ നിന്നൊരു കാൽക്കുലേഷൻ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കണം, അതുപോലെ തന്നെ റാഷണൽ ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ദെൻ ഇതും കൂടെ ഒന്ന് പഠിച്ചോ, കുറച്ച് നാളെ അവർ ചോദിച്ചിട്ട്. ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സെറ്ററിസ് പാരിബസ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ നമ്മൾ പ്രഡിക്ഷൻ പറഞ്ഞു, സെറ്ററിസ് പാരിബസ് വന്നു. ഇത്തവണ അത് റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് കുറവാണ്, സെറ്ററിസ് പാരിബസ് കുറവാണ്. എന്തായാലും ലോ ഓഫ് ഡിമാൻഡ് ആൽഫ്രഡ് മാർഷാലാണെന്ന് ഓർത്ത് വയ്ക്കുക, അത് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ യൂണിറ്റ് 2 നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കാർഡിനൽ അനാലിസിസ് ആരുടെയാണെന്ന് ഓർത്ത് വയ്ക്കുക.
കാർഡിനലിലാണല്ലോ രണ്ടെണ്ണം വരുന്നത്, LDMU ആൻഡ് LEMU. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ആരാണെന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം വന്ന ഓർഡിനൽ അനാലിസിസ്. ഓർഡിനൽ അനാലിസിസിൽ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതാരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ഓർത്ത് വയ്ക്കുക. അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇതൊന്ന് നന്നായിട്ട് നോക്കി വെച്ചോ കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറച്ച് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരും, വന്നാൽ തന്നെ നല്ല ക്വസ്റ്റ്യൻസ് വരും. ദെൻ കംഫർട്ട് ലൈസ് ബിറ്റ്വീൻ, അതൊന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. കംഫർട്ട് ലൈസ് ബിറ്റ്വീൻ എന്താണെന്ന് ചോദിക്കും. നെസസറി ആൻഡ് ലക്ഷറി ആണ് കംഫർട്ട് ലൈസ് ബിറ്റ്വീൻ. അത് കംഫർട്ട് നെസസറിയുടെയും ലക്ഷറിയുടെയും നടുക്ക് വരുന്ന ആളാണ് കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോയിക്കൊള്ളണം. പിന്നെ അവിടെ പറയാനുള്ളത് മക്കളെ, ഇത് TU കർവും MU കർവും തമ്മിലുള്ള റിലേഷൻ അത് ചോദിക്കും. TU കർവും MU കർവും തമ്മിലുള്ള റിലേഷൻ. TU ഇൻക്രീസ് ചെയ്യുമ്പോൾ MU പോസിറ്റീവ് ആണ്. TU മാക്സിമത്തിൽ എത്തുമ്പോൾ MU 0 ആണ്. TU ഡിക്രീസ് ചെയ്യുമ്പോൾ MU നെഗറ്റീവ് ആണ്. ദെൻ TU മാക്സിമത്തിൽ എത്തുന്ന പോയിന്റിൽ ഒരു പേര് വിളിക്കും. അതിനെ ആ പോയിന്റിന്റെ പേരാണ് ഓർത്ത് വെച്ചോളണം, സാച്ചുറേഷൻ പോയിന്റ്. സാച്ചുറേഷൻ പോയിന്റ് എന്താന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ദെൻ യൂണിറ്റ് 3 സപ്ലൈയിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താണോ നിങ്ങൾ കണ്ടത്, സെയിം ആസ് ഡിമാൻഡ്. നമ്മൾ ഡിമാൻഡിൽ എന്തൊക്കെയാണോ നിങ്ങളോട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്, ഈ സെയിം സംഭവങ്ങൾ നിങ്ങൾ എവിടെയും പഠിക്കണം, സപ്ലൈയിലും പഠിക്കണം. ഓക്കെ, അത് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ഒരു വരാൻ ഒത്തിരി ചാൻസ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. രണ്ട് ചോദിച്ചാലും ഓരോന്ന് ചോദിച്ചാലും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് കോൺസെപ്റ്റ് ആണെന്ന് ചോദിക്കും. ഡാഷ് കോൺസെപ്റ്റ്. സ്റ്റോക്ക് ആണോ ഫ്ലോ ആണെന്ന് ചോദിച്ചാൽ ആൻസർ ഫ്ലോ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഡിമാൻഡ് സപ്ലൈ എന്ത് കോൺസെപ്റ്റ് ആണ് മക്കളെ? ഫ്ലോ കോൺസെപ്റ്റ് ആണ്. അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ പോകുന്നത് 3rd യൂണിറ്റിലേക്കാണ്, നിങ്ങളുടെ 3rd ചാപ്റ്റർ. ചാപ്റ്റർ 3യുടെ പ്രത്യേകത യൂണിറ്റ് 1 പ്രൊഡക്ഷൻ ആണ്, യൂണിറ്റ് 2 കോസ്റ്റ് ആണ്. പ്രൊഡക്ഷനിൽ മക്കൾ പഠിക്കേണ്ട ഇത്തവണ ഏതെങ്കിലും ഒരു ഫാക്ടറിൻ്റെ ഫീച്ചർ ചോദിക്കും. അത് ക്യാപിറ്റൽ മീൻസ് ലേബർ ആവാം, ലാൻഡ് ആവാം, ഓൺട്രപ്രണർ ആവാം. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ടൈപ്പ്, ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കാം. ക്യാപിറ്റലിൻ്റെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ചോദിക്കാം. മിക്കവാറും സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്താണെന്നായിരിക്കും ചോദിക്കാൻ ചാൻസ് കാണുന്നത്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ചോദിക്കാനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് TP, AP, MP തമ്മിലുള്ള റിലേഷൻ. അതുപോലെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ്റെ സമയത്ത് MP കർവ് ഏത് അവസ്ഥയിലാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മക്കളെ ഓർഗാനിക് ഒബ്ജക്റ്റീവ്, ഇക്കണോമിക് ഒബ്ജക്റ്റീവ്, ഹ്യൂമൺ ഒബ്ജക്റ്റീവ്, നാഷണൽ ഒബ്ജക്റ്റീവ്, അങ്ങനത്തെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പഠിപ്പിച്ചില്ലേ. സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലേ. ഇത്രയും ഒബ്ജക്റ്റീവ്സുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രൊഡക്ഷനിൽ. അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കണേ, അത് ക്വസ്റ്റ്യൻ വരും മിക്കവാറും. ഇത്തവണ അത് വീണ്ടും കയറി ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അവർ സ്കിപ്പ് അടിച്ചു 2-3 എക്സാമിന്. അപ്പോൾ അടുത്തതിന് എന്തായാലും കോപ്പ് ഡഗ്ലസ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് ഐസോക്വാണ്ട്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ത് പറഞ്ഞോ, ഐസോക്വാണ്ടിൽ ഇൻഡിഫറൻസ് കർവിൽ പറഞ്ഞ സാധനങ്ങൾ തന്നെ ഐസോക്വാണ്ടിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
അതിൽ പറയാതെ വിട്ടുപോയ 2 കാര്യമുണ്ട്. ഇൻഡിഫറൻസ് കർവ് ആയിക്കോട്ടെ ഐസോകോണ്ട് ആയിക്കോട്ടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു സാധനമുണ്ട്, സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഐസോകോണ്ടിന്റെ സ്ലോപ്പ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ യൂണിറ്റ് 2 മക്കളെ എപ്പോഴും പറയുന്നു, ഇതാ കിടക്കുന്നു പ്രഡിക്ഷനിൽ ഒന്നാമത്തെ പ്രഡിക്ഷൻ ദേ വരുന്നു. ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ വേറെ പേര് ഓൾസോ നോൺ ആസ് പഠിച്ചു വെക്കണം. ഓക്കെ. യു ഷേപ്പ് അല്ലാത്ത കർവ് AFC കർവ്. AFC കർവ് ഒഴിച്ച് ബാക്കി എല്ലാ കർവും യു ഷേപ്പ് ആണെന്ന് പഠിച്ചു വെക്കണം. ദെൻ ACMC, AC ആൻഡ് MC തമ്മിലുള്ള റിലേഷൻ, ACMC തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കണം. ക്ലിയർ. ദെൻ അക്കൗണ്ടിങ് കോസ്റ്റും ഇക്കണോമിക് കോസ്റ്റും അത് ഒരു മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്, അത് പഠിച്ചു വെക്കണം. ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സങ്ക് കോസ്റ്റ് ഒന്നും കൂടി ഒന്ന് പഠിച്ചിട്ട് പൊക്കോ. സങ്ക് കോസ്റ്റ് മിക്കവാറും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അവിടെ നിന്ന് സ്റ്റെയർ സ്റ്റെപ്പ് ഇല്ലേ നമ്മളെ, സ്റ്റെയർ സ്റ്റെപ്പ് വേരിയബിൾ കോസ്റ്റ്, സ്റ്റെയർ സ്റ്റെപ്പും സെമി വേരിയബിളും ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും. 2 എണ്ണം ചോദിച്ചാൽ നമുക്ക് ഭാഗ്യം. സ്റ്റെയർ സ്റ്റെപ്പും സെമി വേരിയബിൾ കോസ്റ്റും പഠിച്ചിട്ട് പോവാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാൽക്കുലേഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോ. കാൽക്കുലേഷൻ നമ്മൾ പഠിപ്പിച്ച കാൽക്കുലേഷൻസ് ഒക്കെ അടിവരയിട്ട് പഠിച്ചിട്ട് പൊക്കോ. അതേ സ്റ്റാർ വരച്ചിടാം ഞാൻ. അടിവരച്ച് പഠിച്ചിട്ട് പൊക്കോ. കാൽക്കുലേഷൻസ് ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ ചോദിച്ചു അവർ കോസ്റ്റിന്ന്, അതുകൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മിക്കവാറും കുറവായിരിക്കും. പക്ഷെ ഒരെണ്ണെങ്കിലും നമുക്ക് കിട്ടാം. കാൽക്കുലേഷൻസ് ഒരെണ്ണം കിട്ടിയാലും നമ്മൾ സേവ് സോളണം, കാരണം നമുക്ക് ആ ഒരു മാർക്ക് വലിയ മാർക്കാണ്. ക്ലിയർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചാപ്റ്റർ എവിടെ ഫോക്കസ് ചെയ്യേണ്ടത്? ചാപ്റ്റർ 3 ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ. ഇനി നമ്മൾ പോകുന്ന ചാപ്റ്റർ 4ലേക്കാണ്. ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താ അവസ്ഥ. യൂണിറ്റ് 1 മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്. യൂണിറ്റ് 2 ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ്. യൂണിറ്റ് 3 മാർക്കറ്റ്. യെസ്. യൂണിറ്റ് 1 നിങ്ങൾ പഠിക്കേണ്ടത് മക്കളെ, നിങ്ങൾ പഠിക്കേണ്ടത് സ്പോട്ട് മാർക്കറ്റ് പഠിച്ചു. സ്പോട്ട് മാർക്കറ്റ് ആൻഡ് ഫോർവേഡ്. ദെൻ വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ്. വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ എന്താണ്, ഫിക്സഡ് ആണെന്ന് ഓർത്ത് വെക്കണം വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ. അപ്പോൾ അവിടെ പ്രൈസ്, വെരി ഷോർട്ട് പീരീഡ് പ്രൈസ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് ഓർത്ത് വെക്കണം. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് എല്ലാം പഠിക്കണോടാ. നിങ്ങൾ പറ്റുമെങ്കിലും മക്കൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഫുള്ള് എളുപ്പമല്ലേ. ഓരോ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ടല്ലോ, ലോക്കൽ മാർക്കറ്റ്, റീജിയണൽ മാർക്കറ്റ്, അങ്ങനെ ടൈപ്സ് ഓഫ് മാർക്കറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. മാർക്കറ്റ് ഫോർ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഏതാണെന്ന് ചോദിക്കും. മാർക്കറ്റ് ഫോർ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റാ? റീറ്റെയിൽ മാർക്കറ്റ്. റീറ്റെയിൽ മാർക്കറ്റാണ് കൺസ്യൂമറിൻ്റെ മാർക്കറ്റ് കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. ദെൻ യൂണിറ്റ് 2 നമ്മൾ പഠിച്ച 16 ഡയഗ്രാംസ് അല്ലേ. ഈ 16 ഡയഗ്രാംസിൻ്റെ നിങ്ങൾക്കറിയാലോ, ഞാൻ 16 ഡയഗ്രാംസ് അല്ലാതെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ. എന്തായാലും പഠിച്ചിട്ട് പൊക്കോ. ഷുവറായിട്ട് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും, 1-2 ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കും കേട്ടോ. ദെൻ യൂണിറ്റ് 3 മക്കളെ ഫസ്റ്റ് പഠിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ TR കർവിൻ്റെ ഷേപ്പ്. ദെൻ മൊണോപ്പൊളിയിൽ ഓർത്ത് വെച്ചോളണം, മൊണോപ്പൊളിയിൽ പ്രൈസ് കുറച്ചുകൊണ്ടാണ് ഈ പുള്ളിക്ക് കൂടുതൽ വിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പുള്ളിക്ക് അല്ലേ കൂടുതൽ വിൽക്കണമെങ്കിൽ പുള്ളി പ്രൈസ് കുറച്ചേ പറ്റൂ. ഇനി കുറച്ച് വിൽക്കണമെങ്കിലോ പുള്ളിക്ക് പ്രൈസ് കൂട്ടാൻ പറ്റും. ഇങ്ങനത്തെ ഒരു അജണ്ടയാണ് പുള്ളി അവിടെ എടുക്കണം. ഓക്കെ, മൊണോപ്പൊളിയിൽ. അതുകൊണ്ടാണല്ലോ MR കർവ് എന്ത് വരുന്നത്, താഴത്തേട്ട് വരുന്നത്. അല്ലെങ്കിൽ പുള്ളിയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ആവാനുള്ള കാരണം എന്നാ,
പ്രൈസ് കുറച്ചുകൊണ്ടേ പുള്ളിക്ക് അഡീഷണൽ ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മക്കൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളിയിലെ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. എവിടെയാണ് എക്സസ് കപ്പാസിറ്റി വരുന്നത് അത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം കേട്ടോ. നമ്മുടെ നോട്ട് ഉണ്ടല്ലോ. എവിടെയാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം വരുന്നത്, എവിടെയാണ് ഗ്രൂപ്പ് ബിഹേവിയർ വരുന്നത്, എവിടെയാണ് പ്രൈസ് റിജിഡിറ്റി വരുന്നത്, എവിടെയാണ് പോളംസ് യൂസി വരുന്നത്, എവിടെയാണ് എഡ്വേർഡ് ചേംബർലിൻ വരുന്നു. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിൽ സപ്ലൈ കർവ് ഉണ്ട്, ചില മാർക്കറ്റിൽ സപ്ലൈ കർവ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ ഓഫ് എം സി അല്ലെങ്കിൽ എം സി ആണ്. പോർഷൻ ഓഫ് എം സി എബോവ് എ ബി സി എന്ന് പറയാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഷട്ട് ഡൗൺ കണ്ടീഷൻ, ഇത്തവണ നന്നായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഷട്ട് ഡൗൺ കണ്ടീഷൻ ചോദിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ. ഷട്ട് ഡൗൺ കണ്ടീഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അധികം ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല മക്കളെ, നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. എപ്പോഴും പറയാറുള്ള പോലെ കണ്ടീഷൻ, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കണ്ടീഷൻ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഷോർട്ട് റൺ, ലോങ് റൺ കണ്ടീഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും നോർമൽ പ്രോഫിറ്റിൻ്റെയും കണ്ടീഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ദെൻ ഒരു ലോങ് റണ്ണിൽ മൊണോപ്പൊളിക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള എൻ്റെ കാരണം എൻട്രി ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ? ദെൻ ചാപ്റ്റർ 5. ചാപ്റ്റർ 5 ഏതാ നിങ്ങൾക്കറിയാം, ഒറ്റ യൂണിറ്റേ ഉള്ള ഒരു ചാപ്റ്ററാണ് ബിസിനസ് സൈക്കിൾ. അതിൽ ലീഡിങ്, ലാഗിങ്, കൺകറന്റ് ഇൻഡിക്കേറ്റർ, ഈ 3 എണ്ണം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഏതാണ് ലീഡിങ് ഇൻഡിക്കേറ്റർ, ഏതാണ് ലാഗിങ് ഇൻഡിക്കേറ്റർ, ഏതാണ് കൺകറന്റ് ഇൻഡിക്കേറ്റർ, അതിൽ വരുന്ന കമ്പോണൻസ് പഠിച്ചു വയ്ക്കുക. ദെൻ കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് 2 രീതിയിലും പഠിച്ചു വെച്ചോ. എക്കണോമിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഇന്റേണൽ എക്സ്റ്റേണൽ പോയിന്റ് ഓഫ് വ്യൂവിലും എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ ചോദിക്കാനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദെൻ ഡെഫിനിഷൻ തന്ന് അത് ബിസിനസ് സൈക്കിൾ ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്ലിക്കൽ ബിസിനസ്, ഇത് പഠിച്ചു വെക്കണേ. സൈക്ലിക്കൽ ബിസിനസ് ചോദിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മക്കൾക്ക് ആദ്യത്തെ 5 ചാപ്റ്ററുകളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ 5 യൂണിറ്റ് ഇത്രയാണ്. പിന്നെ നമുക്ക് ചാപ്റ്റർ 6ലേക്ക് പോകണം. ചാപ്റ്റർ 6 തൊട്ട് നിങ്ങൾക്കറിയാം മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ ചാപ്റ്റർ 6 തൊട്ട് നമുക്ക് അത്യാവശ്യം വെയിറ്റേജ് 10 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റേജ് ഒക്കെ ഞാൻ വെയിറ്റേജ് പറഞ്ഞില്ല. ആദ്യത്തേന് 5 മാർക്ക്, രണ്ടാമത്തെ ചാപ്റ്ററിൽ 15 മാർക്ക് വരും, പ്രൊഡക്ഷനിൽ നിന്ന് 10 മാർക്ക്, ഇപ്പോൾ 20 10 30 30, 15 മാർക്ക് ചാപ്റ്റർ 4ൽ നിന്ന് 45, ഇതിൽ നിന്ന് 5 മാർക്ക് 50 മാർക്ക്. ഓക്കെ, ബാക്കി 50 മാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 6ൽ 10 മാർക്ക്, യൂണിറ്റ് 1 മക്കൾക്ക് അറിയാം നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. യൂണിറ്റ് 2 അറിയാം കെനീഷ്യൻ തിയറി ഓഫ് നാഷണൽ ഇൻകം ആണ് അല്ലേ. അപ്പം അതിൽ യൂണിറ്റ് 1ൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് 1ൽ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ
ലിമിറ്റേഷൻസ്, നാഷണൽ ഇൻകത്തിൻ്റെ ലിമിറ്റേഷൻസ് പഠിച്ചിട്ട് പോകണം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പഠിക്കണം. മെത്തേഡുകളുടെ വേറെ പേര് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മെത്തേഡിൻ്റെ ഓൾസോ നോൺ ആസ്, എല്ലാ മെത്തേഡിനും ഓരോരോ പേരുകളുണ്ട്, അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ഓപ്പറേറ്റിംഗ് സർപ്ലസ് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഓപ്പറേറ്റിംഗ് സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. മിക്കവാറും ഒന്നും സ്കിപ്പ് അടിക്കാനില്ല നാഷണൽ ഇൻകത്തിൽ. നിങ്ങൾക്ക് അറിയാമല്ലോ, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ സ്കിപ്പ് അടിക്കാനൊന്നുമില്ല, നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. ദെൻ കെയ്നീഷ്യൻ നാഷണൽ ഇൻകത്തിൽ മക്കളെ കാൽക്കുലേഷൻ, അതിപ്പോൾ കാൽക്കുലേഷൻ ഇതിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കാൽക്കുലേഷനേക്കാളും കൂടുതൽ ഇക്വേഷൻസ് നമ്മൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ഇക്വേഷൻസ് വെച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്, കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് കണ്ടാൽ തിരിച്ചറിയണം. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ നിന്ന് മൾട്ടിപ്ലെയർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും. അതിപ്പോൾ പലതരത്തിലുള്ള മൾട്ടിപ്ലെയർ ഉണ്ട്. ടാക്സ് മൾട്ടിപ്ലെയർ ആവാം, ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലെയർ ആവാം. അപ്പോൾ ഏത് മൾട്ടിപ്ലെയർ ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. ഇൻഫ്ലേഷണറി മാത്രമല്ല, ഇൻഫ്ലേഷണറി ആൻഡ് ഡിഫ്ലേഷണറി ഗ്യാപ്പ്. ഇൻഫ്ലേഷണറി ഗ്യാപ്പും ഡിഫ്ലേഷണറി ഗ്യാപ്പും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്തായാലും ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ ചോദിക്കും. ദെൻ ചാപ്റ്റർ 7, ചാപ്റ്റർ 7 യൂണിറ്റ് 1 അങ്ങനെ ഒന്നും കളയാനൊന്നുമില്ല. ഒന്ന് റിച്ചാർഡ് മസ്ഗ്രേവ്, പുള്ളിയുടെ പബ്ലിക്കേഷനും പുള്ളിയുടെ ഇയറും പഠിക്കണം. അതുപോലെ തന്നെ അലോക്കേഷൻ ഫംഗ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അലോക്കേഷനും റീഡിസ്ട്രിബ്യൂഷനും മൈക്രോയും, സ്റ്റെബിലൈസേഷൻ മാക്രോയും ആണ് മക്കൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇല്ല, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ 268 മുതൽ 281 വരെയുള്ളതിൽ അലോക്കേഷൻ ഓഫ് ഫിനാൻസ് എമംഗ് സ്റ്റേറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ 15th ഫിനാൻസ് കമ്മീഷൻ്റെ വർഷം പഠിക്കണം, ഉറപ്പായിട്ടും വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 15th ഫിനാൻസ് കമ്മീഷൻ്റെ ക്രൈറ്റീരിയ, ഏത് എത്ര 6 ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കണം. ദെൻ 15th ഫിനാൻസ് കമ്മീഷൻ്റെ 2021 to 2026 വരെയുള്ള കാലഘട്ടം, അതാണ് 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഷെയർ എത്രയാണ്, 41% ഓർത്ത് വയ്ക്കണം. ദെൻ 2050 to 2020 വരെയുള്ള കാലഘട്ടത്തിലെ ഷെയർ 14th ഫിനാൻസ് കമ്മീഷൻ്റെ എത്രയായിരുന്നു, 42% ഓർത്ത് വയ്ക്കണം. ഓക്കെ, അതായത് വെർട്ടിക്കൽ ഇക്വിറ്റി, ഹൊറിസോണ്ടൽ ഇക്വിറ്റി, അതായത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് വേർഡിക്റ്റ് മെയ് 2022, സുപ്രീം കോർട്ട് വേർഡിക്റ്റ് മെയ് 2022 ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ജി എസ് ടിയിൽ ഈക്വൽ സൈമിൾട്ടേനിയസ് പവർ ആണെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ കാര്യം പഠിച്ചു വയ്ക്കുക. അങ്ങനത്തെ അവിടെ എല്ലാം പഠിച്ചു വെച്ചോ. ആ ചാപ്റ്റർ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്, അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അവിടുത്തെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ടു കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയർ ആണ്. അതിൽ മക്കൾ പഠിച്ചു വെക്കേണ്ടത് മാർക്കറ്റ് ഫെയിലിയറിൻ്റെ റീസൺ, കാരണങ്ങൾ പഠിക്കണം. കോസസ് ഓഫ് മാർക്കറ്റ് ഫെയിലിയർ. നാലെണ്ണം ഉണ്ട് അല്ലേ, മാർക്കറ്റ് പവർ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. അതിൽ ലെമൺസ് പ്രോബ്ലം പഠിക്കണം. ആരാ കൊണ്ടുവന്നതെന്ന്, ലെമൺസ് പ്രോബ്ലം ജോർജ് അക്കർലോഫ് ആണ്. ലെമൺസ് പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. അതുപോലെ പബ്ലിക് ഗുഡിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക.
പൊല്യൂഷൻ ടാക്സ്, പിഗൂവിയൻ ടാക്സ് അല്ലെ, പൊല്യൂഷൻ ഓർ പിഗൂവിയൻ ടാക്സ്. അത് പഠിച്ചു വയ്ക്കുക. ദെൻ പൊല്യൂഷൻ ടാക്സിന് കുറച്ച് ഡീമെറിറ്റ്സ് ഇല്ലേ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. അത്യാവശ്യം മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ്റെ കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയർ അത്യാവശ്യം ഒന്ന് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും അവിടെ നിന്ന് കേട്ടോ. ദെൻ യൂണിറ്റ് 3 അതെന്താന്ന് ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യം പോലില്ല, നിങ്ങൾക്കറിയാം. ബജറ്റ്. ആർട്ടിക്കിൾ 112 എന്താന്ന് ഓർത്ത് വയ്ക്കുക, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആർട്ടിക്കിൾ 110 ഫിനാൻസ് ബില്ല്. ആർട്ടിക്കിൾ 113 ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ മറ്റേ ലിസ്റ്റ് ഓഫ് ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. അതുകൂടാതെ FRBM ആക്ടുമായി ബന്ധപ്പെട്ട 2 ഡോക്യുമെന്റുകൾ അല്ലേ, മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റും മീഡിയം ടൈം ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റും. ഇത് രണ്ടുമാണ് ഇതുമായി ബന്ധപ്പെട്ട 2 ഡോക്യുമെന്റുകൾ ഇതിൽ ആഡ് ചെയ്തതെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അപ്രോപ്രിയേഷൻ ബില്ല് എന്താണെന്ന് ഓർത്ത് വെച്ചോ, നല്ല ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്രോപ്രിയേഷൻ ബില്ല്, അതുപോലെ തന്നെ ചാർട്ടില്ലേ, റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഒരു കാൽക്കുലേഷൻ വരും. ഫിസിക്കൽ ഡെഫിസിറ്റോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ, ബജറ്റ് ഡെഫിസിറ്റോ പ്രൈമറി ഡെഫിസിറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ ഇവിടെ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് മക്കൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ യൂണിറ്റ് 4 ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്സ് പഠിക്കണം. ടൈപ്സ് ഓഫ് ഫിസിക്കൽ പോളിസി, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസിക്കൽ പോളിസി, ദെൻ ലിമിറ്റേഷൻസ്. അതിൽ തന്നെ ക്രൗഡിങ് ഔട്ട് എഫക്റ്റും അതാണ് പഠിക്കേണ്ടത്. ലിമിറ്റേഷൻസിൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്നാന്ന് പഠിക്കണം. പിന്നെ ലാഗും പഠിക്കണം. ക്രൗഡിങ് ഔട്ട് എഫക്റ്റും പഠിക്കണം. 2 ലിമിറ്റേഷൻ അല്ലേ ഉള്ളത്, ആ 2 ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളണേ. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് മക്കളെ, പ്രൈസ് കൂടിയാലും അത് GDP കൂടുന്നതിനേക്കാളും കുറവായിരിക്കും. ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു തന്നൊരു കാര്യമാണ് കേട്ടോ. ആ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. അത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 8 ചാപ്റ്റർ 8 എന്ന് പറയുന്നത് ഒന്ന് തിയറീസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി. യൂണിറ്റ് 1 തിയറീസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി അല്ലേ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മക്കളെ. അവിടെ പെർമനന്റ് ഇൻകം എന്ന് കണ്ട ആരെ കുത്തണം, മിൽട്ടൺ ഫ്രീഡ്മാൻ. ഇൻവെന്ററി വന്ന് ആരെ കുത്തണം, ബോമോള്. അസറ്റ് പ്രൈസ് ആരെ കുത്തണം, മിൽട്ടൺ ഫ്രീഡ്മാൻ. റീസ്റ്റേറ്റ്മെന്റ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആരെ തിയറിയാന്ന് നോക്കൂ, ആരെ തിയറിയാന്ന് നോക്കും, ആരെ തിയറിയാ, മിൽട്ടൺ ഫ്രീഡ്മാൻ. റിസ്ക് അവേർഷൻ ഓർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആരെ തിയറിയാന്ന് നോക്കി, ആരെ തിയറിയാ, ടോബിന്റെ തിയറി. ഇത്രയും കാര്യങ്ങൾ മക്കളവിടെ ഓർത്തു വയ്ക്കണം. ദെൻ മണിയുടെ ഫങ്ഷൻസ് ഇല്ലേ, ഫങ്ഷൻസ് ഓഫ് മണി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫങ്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി, ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതിയല്ലോ, സിമ്പിൾ ടോപ്പിക് അല്ലേ. ഇത് പഠിച്ചു വയ്ക്കുക. ദെൻ യൂണിറ്റ് 2 മോണിറ്ററി പോളിസി ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതിൽ നമ്മൾ ഫിസിക്കൽ പോളിസിയിൽ എന്തൊക്കെയാണോ പറഞ്ഞേ സെയിം. ഫിസിക്കൽ പോളിസിയിൽ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ സാധനങ്ങൾ ഇതിലും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ LAF കൂടുതലായിട്ട് പറയേണ്ടത് LAF പഠിക്കണം, MSF പഠിക്കണം. റിപ്പോനേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് ബാങ്ക് റേറ്റ്, എത്ര പെർസെൻറ്റേജ് കുറവാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞൊരു കണക്കില്ല, അത് പഠിക്കണം. ദെൻ മോണിറ്ററി പോളിസി കമ്മിറ്റി, ഇവിടെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്, ഈ കമ്മിറ്റിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ.
ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോണേ. ദെൻ മണി സപ്ലൈ, ലാസ്റ്റ് യൂണിറ്റ് 3 മണി സപ്ലൈ. ഒന്നുമില്ലപ്പാ, M1 M2 M3 M4. അതിൽ ഗവൺമെൻറ്റും ബാങ്കും, പ്രൊഡ്യൂസേഴ്സ് ഓഫ് മണി ഇല്ലേ, ഗവൺമെൻറ് ആൻഡ് ബാങ്ക് മണി സപ്ലൈയിൽ നിന്ന് എന്താണ്, മണി സപ്ലൈയിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണെന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇവരില്ല, മണി സപ്ലൈ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ഇവരില്ല എന്ന് ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് ഫിയറ്റ് മണിയാണ് അല്ലേ. ദെൻ നോ ഇൻട്രൻസിക് വാല്യൂ, അത് കറക്റ്റ് വാല്യൂ അല്ലല്ലോ കാണിച്ചിരുന്നത്, അപ്പോൾ ഫിയറ്റ് മണി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇപ്പോഴും ഓർത്ത് വെച്ചോളണം കേട്ടോ. പിന്നെ C/D റേഷ്യോ, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ് റേഷ്യോ, ആ ഭാഗമില്ലേ, ഹൈ പവേർഡ് മണി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഇത് 1+C/C+R+E, അതുപോലെ 1+C/C+R+E/H. ഇതിൽ ഒരെണ്ണം മണി സപ്ലൈയും ഒരെണ്ണം മണി മൾട്ടിപ്ലയറും ആണ്. അത് ഏതാന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിച്ചിട്ട് പോണേ, ക്വസ്റ്റ്യൻ വരും. അപ്പം അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത്, ചാപ്റ്റർ 8. ദെൻ ചാപ്റ്റർ 9. ചാപ്റ്റർ 9 ഒന്നും പറയേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതായിരിക്കും, നിങ്ങൾക്കറിയാലോ. ഒന്ന്, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എല്ലാം നോക്കിയിട്ട് പോകണം. ട്രേഡ് തിയറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ട്രേഡ് തിയറീസ് എല്ലാം തന്നെ നോക്കിയിട്ട് പോകണം. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ട്രേഡിൽ എല്ലാം നമ്മൾ നോക്കിയിട്ട് പോകണം. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ട്രേഡ് കഴിഞ്ഞ തവണ നമ്മൾ ഓരോന്ന് എടുത്ത് പറഞ്ഞിരുന്നു, അത് വന്നു. ഇപ്പോൾ ബൗണ്ട് താരിഫ് വരാൻ ചാൻസ് ഉണ്ട്, എസ്കലേറ്റഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സാധനം പ്രൊഹിബിറ്റീവ്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ താരിഫ് ആൻഡ് നോൺ താരിഫ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചിരുന്ന സാധനം. അതുകൊണ്ട് അതെല്ലാം പഠിച്ചിട്ട് പോകണം. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി WTO കിട്ടും. WTO എന്തായാലും പഠിച്ചിട്ട് പോകണം. WTOയിൽ ഒന്നും പറയാനില്ല. ദോഹ റൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ്. ദോഹ റൗണ്ടിൽ ഏതാണ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചറൽ ട്രേഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഏത് റൗണ്ടിലാണ് WTOയുടെ ജനനം, അല്ലെങ്കിൽ WTO ഫോം ചെയ്ത് ഏത് റൗണ്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറൂഗ റൗണ്ടിലായിരിക്കും അല്ലേ. ഉറൂഗ റൗണ്ട് തേർഡ് റൗണ്ട് അല്ലേ, തേർഡ് റൗണ്ടും എത്രയും മിനിസ്ട്രിയൽ കോൺഫറൻസ് അല്ലേ, എയ്ത്ത് റൗണ്ടും തേർഡ് മിനിസ്ട്രിയൽ കോൺഫറൻസ് അല്ലേ. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പോകണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ. പറഞ്ഞാൽ അങ്ങോട്ടും കൂടി ഈ ദോഹയും ഉറൂഗയും കുറച്ച് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ടിലുണ്ടല്ലോ, അത് പഠിച്ചിട്ട് പോകണം. എന്തായാലും WTO പഠിക്കണം. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് മക്കളെ. എക്സ്ചേഞ്ച് റേറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ചോദിക്കാൻ പോണത് ഒരു കറൻസിയുടെ വാല്യൂ കൂടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, എക്സ്പോർട്ടും ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ചേഞ്ച് റേറ്റിൽ ഇമ്പാക്റ്റ് പറയുന്നുണ്ടല്ലേ, എക്സ്പോർട്ടും ഇമ്പോർട്ടും. അതുപോലെ തന്നെ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നതും സപ്ലൈ കൂടുന്നതും അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ എന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഡോളറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ, ഡോളറിൻ്റെ സപ്ലൈ കുറഞ്ഞാൽ അപ്രിസിയേഷൻ ആണോ ഡിപ്രിസിയേഷൻ ആണോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മക്കളുടെ മനസ്സിൽ എന്തായാലും വേണം. അതിനുശേഷം അത് എല്ലാം പഠിക്കണോടാ ചാപ്റ്ററിൽ, എന്തിനാ വെറുതെ കളയണേ. ദെൻ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മൂവ്മെന്റ് FDI ആൻഡ് FPI അത് നോക്കിയിട്ട് പോക്കോ. ഞാൻ ഇപ്പോഴും പറയാറില്ല, ഏറ്റവും കൂടുതൽ യൂണിറ്റ് ഉള്ളത് ചാപ്റ്റർ 9 അതിൽ പിന്നെ നിങ്ങൾ വേണമെങ്കിൽ WTO സ്കിപ്പ് ചെയ്തോ. സ്കിപ്പ് ചെയ്യാൻ മീൻസ് കുറച്ച് ഇച്ചിരി അയച്ച് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും വായിച്ചോ നല്ല മാർക്ക് കിട്ടുമെന്ന്. ഏറ്റവും ബാക്കിയൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകേണ്ട യൂണിറ്റുകളാണ്. ദെൻ ചാപ്റ്റർ 10 സ്കീം, പിന്നെ റാങ്ക്. ഓരോ റാങ്കിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അവിടെ ഈ റാങ്ക്, ഇവിടെ ഇത്ര റാങ്ക് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ചാപ്റ്റർ 10 ഞാനൊന്നും പറയുന്നില്ല. ചാപ്റ്റർ 10 ഫുള്ള് പഠിക്കണം. ചാപ്റ്റർ 10 ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഒരു ഏരിയ പോലും ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ 10. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്കീം പഠിക്കുക. സ്കീം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ആ പ്രൊഡക്റ്റ് ഏത് സെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊഡക്റ്റാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഇവിടെ നിന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനും പറഞ്ഞു തരാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ വലിയ കാര്യമായിട്ട് ഇത്തവണ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഏകദേശം നിങ്ങൾ പഠിക്കേണ്ട പോർഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും നന്നായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എവിടെയാണോ പഠിച്ച് നിർത്തിയേക്കണേ ആ സാധനം അങ്ങ് പഠിച്ചാലും മതി. ഇപ്പോൾ എന്താണോ പഠിച്ചു വെച്ചേക്കണേ അതങ്ങ് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. എന്തായാലും എക്സാം നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് കാണാം.